നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 6ാം ഘട്ടത്തിന് ഇനി ഒരു ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. ജൂൺ മാസം 1-ാം തീയതി 7ാമത്തെ ഘട്ടം പൂർത്തിയാകും. അതോടുകൂടി കഴിഞ്ഞ 1.5-2 മാസക്കാലമായി നീണ്ടുനിന്ന ജനാധിപത്യത്തിൻ്റെ മഹോത്സവത്തിന് പരിസമാപ്തിയാകും. പൂർണ്ണ പരിസമാപ്തി ആകുമെന്നല്ല, പൂർണ്ണ പരിസമാപ്തിയാകുന്നത് ജൂൺ മാസം 4-ാം തീയതി അതിൻ്റെ റിസൾട്ട് വരുന്നതോടുകൂടിയാണ്. ഒരു കൊട്ടിക്കലാശം അതോടുകൂടി രാജ്യത്തുണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ 7 ഘട്ടങ്ങളായി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്താകും? കഴിഞ്ഞ 1-2 തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് വരെ ആ റിസൾട്ട് എന്താകുമെന്ന ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ടായിരുന്നു. എന്തായിരിക്കും തെരഞ്ഞെടുപ്പിൻ്റെ ഫലം? ഇപ്പോൾ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തെരഞ്ഞെടുപ്പ് ഫലം എന്താണെന്ന് രാജ്യത്തെ 70% ആളുകൾക്ക്, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് ഇതിനകം അറിയാം എന്താണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന്. ആ തെരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞുകൂടാ എന്ന് ധരിക്കുന്നവരാണ് ഉറക്കം നടിക്കുന്നവർ. അവർ ഉറങ്ങുകയല്ല, ഉറക്കം നടിക്കുകയാണ്. ഉറക്കം നടിച്ചുകൊണ്ടവർ ഒരു ചെറിയ വിഭാഗത്തെ വിഡ്ഢികളാക്കാനുള്ള ബോധപൂർവമുള്ള ശ്രമം നടത്തുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താകും? ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ, BJPയുടെ നേതൃത്വത്തിൽ NDA ഇന്ത്യയിൽ അധികാരത്തിലെത്തും. അതിന് യാതൊരു സംശയവുമില്ല, അത് അച്ചട്ടായ കാര്യമാണ്. അപ്പോൾ പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ വലിയ മത്സരം? ഈ വലിയ മത്സരം ഒരു വമ്പിച്ച ഭൂരിപക്ഷം നേടുകയും രാജ്യത്ത് റെക്കോർഡ് ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തണമെന്ന BJPയുടെയും നരേന്ദ്രമോദിയുടെയും ഒരു വലിയ ആഗ്രഹമാണ് ഇത്രത്തോളം തീപാറുന്ന മത്സരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാനുള്ള കാരണം. 370 സീറ്റ് BJP നേടും എന്ന് നരേന്ദ്രമോദി പറഞ്ഞത് ഇപ്പോഴല്ല, പറഞ്ഞിട്ട് മാസങ്ങൾ ആയി കഴിഞ്ഞിരിക്കും. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം ആരംഭിച്ചപ്പോഴേ ഒരു കൃത്യമായ ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. BJP ഒറ്റയ്ക്ക് 370 സീറ്റ് നേടുകയും NDA സഖ്യം 400 സീറ്റ് എന്ന വലിയ കടമ്പ കടക്കുകയും ചെയ്യും. 370 സീറ്റെന്ന് നരേന്ദ്രമോദി പറയുമ്പോൾ അതിനെ, ആ സംഖ്യയെ ആർട്ടിക്കിൾ 370 എന്ന ആ സംഖ്യയുമായി താരതമ്യം ചെയ്യുകയായിരുന്നു രാഷ്ട്രീയ വിദഗ്ധർ. ആ വിലയിരുത്തലിന് ഒരർത്ഥവുമുണ്ടെന്ന് നമുക്ക് ചിന്തിച്ചാൽ ബോധ്യമാകും. ആർട്ടിക്കിൾ 370 എന്ന ഏറ്റവും വലിയ കരിനിയമം എടുത്തു മാറ്റിയതിലൂടെ ഒരു ജനതയുടെ തലവര തന്നെയാണ് ജമ്മു കശ്മീരിൽ മാറിയത്. അതിൻ്റെ ഒരു ഓർമ്മ കൊണ്ടുകൂടിയായിരിക്കാം, അല്ലെങ്കിൽ 3-2 ഭൂരിപക്ഷം എന്ന ആ ഒരു മാന്ത്രിക സംഖ്യ കടക്കുമെന്നത് കൊണ്ടായിരിക്കാം 370 സീറ്റ് എന്ന ചിന്ത, അല്ലെങ്കിൽ ആ സീറ്റ് എന്ന ഒരു അർത്ഥം, ഒരു ലക്ഷ്യം നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത്. 400 എന്ന കടമ്പ കടക്കുമ്പോൾ ഒരു മാജിക്കൽ നമ്പർ, ആ മാജിക്കൽ നമ്പറിനപ്പുറം മറ്റൊന്നില്ല എന്നുകൂടി ചിന്തിച്ചിരിക്കാം. എന്തായാലും ആ ലക്ഷ്യം മുന്നോട്ട് വെച്ച നരേന്ദ്രമോദി പ്രതിപക്ഷത്തിൻ്റെ നെഞ്ചിൽ കോരിയിട്ട തീ ചെറുതല്ല. ഇതൊരു ചക്രവ്യൂഹമായിരുന്നു. ഈ 400-370 എന്നുള്ളത് ആ ഒരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുകയാണ്. ആ ഘട്ടത്തിൽ അത് പ്രതിപക്ഷ നിരയിൽ ഉണ്ടാക്കിയ സമ്മർദ്ദം ചെറുതല്ല. ആ സമ്മർദ്ദം അതിജീവിക്കാൻ കഴിയാതെ പാതി വഴിയിൽ പിടഞ്ഞു വീഴുന്ന കാഴ്ച, പ്രതിപക്ഷത്തിൻ്റെ നിരയിൽ നിന്ന് പിടഞ്ഞു വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എത്രമാത്രം വലിയൊരു രാഷ്ട്രീയ തന്ത്രമെന്ന് നമ്മൾ ഓർക്കണം. ഞങ്ങൾ 370 സീറ്റ് നേടാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്, അല്ലാതെ ഞങ്ങൾ അധികാരത്തിൽ വരാൻ വേണ്ടിയോ, അല്ലെങ്കിൽ ഞങ്ങൾ കോൺഗ്രസിനെയോ ഇടതുപക്ഷത്തിനെയോ ഞങ്ങൾ തോൽപ്പിക്കാനോ വേണ്ടിയല്ല ഞങ്ങൾ മത്സരിക്കുന്നത്. ഞങ്ങളുടെ മത്സരം 370 സീറ്റ് എന്ന ലക്ഷ്യവുമായിട്ടാണ്. ഞങ്ങളുടെ മത്സരം 400 സീറ്റ് എന്ന കടമ്പയുമായിട്ടാണ് ഞങ്ങളുടെ മത്സരം. എത്ര വലിയ ഒരു ഫൈറ്റാണ്, എത്ര വലിയൊരു ലക്ഷ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ കോൺഗ്രസും പ്രതിപക്ഷത്തിലെ മറ്റ് ഇന്ത്യ മുന്നണി സഖ്യത്തിലെ മറ്റ് കക്ഷികൾ മത്സരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കേവല ഭൂരിപക്ഷം നേടാൻ വേണ്ടി, BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി, കേവല ഭൂരിപക്ഷം നേടാൻ വേണ്ടി. 271 സീറ്റ് എന്ന കേവല ഭൂരിപക്ഷം നേടാൻ വേണ്ടി 10-40 രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചുള്ള സഖ്യം മത്സരിക്കുമ്പോൾ BJP എന്ന ഒറ്റ രാഷ്ട്രീയ പാർട്ടി മത്സരിക്കുന്നത് 370 സീറ്റ് എന്ന ആ ലക്ഷ്യം നേടാൻ വേണ്ടിയാണ്. ഈ 2 പാർട്ടികൾ തമ്മിലുള്ള, ഒരിടത്തൊരു മുന്നണിയും മറ്റിടത്തൊരു സിംഗിൾ പാർട്ടി, ഇവർ തമ്മിലുള്ള ഒരു അന്തരം ജനങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. എത്രമാത്രം വലിയ അന്തരമാണ്. അപ്പോൾ ഈ 370-ഉം 400-ഉം എന്ന 2 മാജിക്കൽ നമ്പേഴ്സ് മുന്നിൽ വെച്ചിട്ട് അതിനുവേണ്ടി ഞങ്ങൾ മത്സരിക്കുന്നു, ഞങ്ങൾക്ക്
വിജയം ഞങ്ങൾ സുനിശ്ചിതമായി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത അധികാരത്തിൽ ഞങ്ങൾ തന്നെയാണ് വരുന്നത്. 2029 വരെയുള്ള പദ്ധതികൾ ഞങ്ങൾ ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ പദ്ധതികളുടെ പ്ലാനിങ് കഴിഞ്ഞിരിക്കുന്നു. 2049 എന്ത് ചെയ്യുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇങ്ങനെ അതിവേഗമുള്ള വളരെ കാലത്തിന് ശേഷമുള്ള നീണ്ട കാലത്തേക്കുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അത് സംബന്ധിച്ച് ചർച്ചകൾ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ പ്രതിപക്ഷ ക്യാമ്പിലുണ്ടാക്കുന്ന ഒരു അമ്പരപ്പ്, ആ അമ്പരപ്പ് എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. ആ അമ്പരപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും വലിയ രാഷ്ട്രീയ തന്ത്രം തന്നെ BJPയും NDAയും പയറ്റിയത്. അതിൽ പ്രതിപക്ഷം കോൺഗ്രസ് അടക്കമുള്ളവർ വീണു എന്നുള്ളത് ഉറപ്പാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രചരണം കൃത്യമായി നടത്താൻ കോൺഗ്രസിനോ പ്രതിപക്ഷ പാർട്ടികൾക്കോ ഇതിനെ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു പ്രചരണവുമില്ല. മോദിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിത്തിരിയുന്ന രാഷ്ട്രീയ ആരോപണങ്ങളിനപ്പുറം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഏതെങ്കിലും കാലിക പ്രസക്തമായ ഒരു രാഷ്ട്രീയ ആരോപണം പറയാം, ഓർക്കാം, ഒന്നുമില്ല. നരേന്ദ്രമോദി അങ്ങനെ പറഞ്ഞു, നരേന്ദ്രമോദി ഇങ്ങനെ പറഞ്ഞു. നമ്മളൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പറയും പോലെ ആ കുട്ടി എന്നെ പിച്ചി, ഈ കുട്ടി എന്നെ നുള്ളി എന്ന് പറയുന്ന തരത്തിലേക്ക് ഏറ്റവും താഴെ തട്ടിലുള്ള നിസ്സാരമെന്ന് കരുതുന്ന ചില പോയിന്റുകൾ ഉയർത്തുകയല്ലാതെ ഒരു രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ്, ഒരു രാജ്യത്തിൻ്റെ ഭരണത്തെ നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ആകമാനം സ്വാധീനിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞോ, രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞോ, മമതാ ബാനർജിക്ക് കഴിഞ്ഞോ, അരവിന്ദ് കെജ്രിവാളിനെങ്കിലും കഴിഞ്ഞു? മറുഭാഗത്ത് പ്രചരണ വിഷയങ്ങളുടെ ഘോഷയാത്ര തന്നെയായിരുന്നു. വികസനം, രാജ്യത്തിൻ്റെ പുരോഗതി, സമ്പദ് വ്യവസ്ഥയുടെ ഉണർവ്, ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയായിട്ടുള്ള കുതിപ്പ്, അയോധ്യയിലെ രാമക്ഷേത്രം, പൗരത്വ ഭേദഗതി നിയമം, ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞത്, മുത്തലാഖ് നിയമം, പാക് അധീന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യം, അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് വരാത്ത കോൺഗ്രസിൻ്റെ നിഷേധ സമീപനം, ഇങ്ങനെ അഴിമതി, കോൺഗ്രസിൻ്റെ അഴിമതി, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അഴിമതി, ഏറ്റവും ഒടുവിലായി വിഷയങ്ങൾ ഉന്നയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വിഷയങ്ങളുടെ ആധിക്യമായിരുന്നു BJPയുടെ പ്രചരണ രംഗത്തുണ്ടായത്. പിന്നാലെയോ കോൺഗ്രസ് തന്നെ അനാവശ്യമായി നിരവധി വിഷയങ്ങൾ ഇട്ടുകൊടുക്കുകയും ചെയ്തു. കോൺഗ്രസിൻ്റെ പാകിസ്ഥാൻ പ്രണയം, മറ്റ് പാർട്ടികളുടെ പാകിസ്ഥാൻ പ്രേമം, അയോധ്യയിൽ ഭരണം കിട്ടിയാൽ അയോധ്യയിലെ രാമക്ഷേത്രം ഇടിച്ചു നിരത്തും, ഭരണം കിട്ടിയാൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ മാറ്റി സ്ഥാപിക്കും, ഭരണം കിട്ടിയാൽ ജമ്മു കശ്മീരിൽ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കും, ഭരണം കിട്ടിയാൽ CAA എടുത്തു കളയും. ഇങ്ങനെ അനാവശ്യവും ആവശ്യമില്ലാത്തതുമായ നിരവധി വിഷയങ്ങൾ തന്നെ കോൺഗ്രസും പ്രതിപക്ഷവും BJPയുടെ കയ്യിൽ കൊണ്ടുവച്ചു കൊടുത്തു. എന്നിട്ട് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഒക്കെ ദിവാസ്വപ്നം കാണുന്നത് ജൂൺ മാസം 4-ാം തീയതി അധികാരത്തിൽ വരുമെന്നാണ്. അതിന് ഏറ്റവും വലിയ ചാലകശക്തിയാകുന്നത് ഉത്തർപ്രദേശിൽ 79 സീറ്റ് ഞങ്ങൾ നേടുമെന്നാണ്. പ്രതിപക്ഷ സഖ്യം 80 സീറ്റുള്ളതിൽ 79 സീറ്റ് നേടും. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, ഇവർക്കൊക്കെ എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. ഈ രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷത്തിനും അതുപോലെ അഖിലേഷ് യാദവിനും ഇന്ത്യ മുന്നണി സഖ്യത്തിലെ ആളുകൾക്കും മമതാ ബാനർജിക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും എന്തൊക്കെയോ കാര്യമായ പ്രശ്നമുണ്ട്. യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ കഴിയാതെ, നമ്മൾ എവിടെ നിൽക്കുന്നു എന്നറിയാൻ കഴിയാതെ, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അധികാരത്തിലേറാൻ പോകുന്ന നരേന്ദ്രമോദിയോ BJPയെയോ NDAയോ നേരിടാൻ നമ്മൾ ഇത്തരത്തിലുള്ള ചവിട്ട് നാടകം കളിച്ചാൽ പോരാ, ഇത്തരത്തിലുള്ള കോമാളി വേഷം കെട്ടിയാൽ പോരാ, നമ്മൾ കൃത്യമായ പ്രതിപക്ഷമാകണം എന്നുപോലും തിരിച്ചറിയാൻ കഴിയാതെ കുറിയും തൊട്ട് രുദ്രാക്ഷവുമിട്ട് കാവിയും പുതച്ച് ഹിന്ദി ഹൃദയഭൂമികളിൽ നിന്നാൽ അവിടത്തെയുള്ള നോർത്ത് ഇന്ത്യക്കാരുടെ വോട്ട് കിട്ടുമെന്ന മിഥ്യാധാരണയിലൂടെ നടക്കുന്ന രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഈ പ്രതിപക്ഷ നിരയെ നയിക്കാനാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് ലോകപ്രശസ്തരായിട്ടുള്ള പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകളും അതുപോലെ തന്നെ പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ള ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് വിദഗ്ധരുമെല്ലാം വിലയിരുത്തുന്നത്. നരേന്ദ്രമോദി 350ഓളം സീറ്റ് നേടി, അതായത് BJP 350ഓളം സീറ്റ് നേടുകയും NDA 380 സീറ്റിന് അടുപ്പിച്ച് നേടുകയും ചെയ്തുകൊണ്ട് ഭൂരിപക്ഷത്തോടുകൂടി, മികച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തും. അടുത്ത 5 വർഷക്കാലം കൊണ്ട് ഇന്ത്യയെ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുമെന്ന് അവരൊക്കെ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ 5 ഘട്ടങ്ങൾ പൂർത്തിയായപ്പോൾ ഉണ്ടായ ഒരു ട്രെൻഡ് കൊണ്ടാണ്. ഇനി വരാനിരിക്കുന്ന 2 ഘട്ടങ്ങളിൽ കൂടി 103 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. എന്നാൽ ആ 103 സീറ്റുകളിലേക്കാൾ മുന്നിൽ തന്നെയാണ്
ഇതിനകം BJP നേടിയ കേവല ഭൂരിപക്ഷം എന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി മറ്റൊന്നാകില്ല. 2024 തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ പൂർത്തിയാകുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ഇന്ത്യയിലെ തന്നെ ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും ആശങ്കയുണ്ടാകില്ല. എത്ര സീറ്റ് നരേന്ദ്രമോദി BJPയും പ്രതീക്ഷിച്ച സീറ്റ് ലഭിക്കുമോ, അതോ ആ സീറ്റിനെ മറികടക്കുമോ, അതോ ലക്ഷ്യത്തിന് തൊട്ട് മുൻപ് ഈ സീറ്റ് നേട്ടം അവസാനിക്കുമോ? എന്തായാലും ജൂൺ മാസം 4-ാം തീയതി വരുന്ന റിസൾട്ടിൽ BJP അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല.